ഹലോ എവരിവൺ, ഫിസിക്സ് കോഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, സെക്കൻഡ് വൺ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, പിന്നെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ ഓക്കെ അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷേപ്പ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പോസിറ്റീവ് ആക്സിലറേഷന്റെ കേസിൽ, അത് ആക്സിലറേഷൻ ഗ്രേറ്റർ ദാൻ 0 അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ നോക്കാം. ഓക്കെ, എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടില്ലേ, ഒരു നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണുള്ളത് അല്ലെ, ഇങ്ങനെ ഒരു ഷേപ്പ് ക്ലിയർ ആണല്ലോ, അങ്ങനെ ഒരു ഷേപ്പാണത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം, എ കാർ മൂവിങ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. കാർ എന്ത് ചെയ്യാം, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ഒരു കാറിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാഫാണ് എന്ത് ചെയ്യുക നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ദ ഒബ്ജക്ട് വെലോസിറ്റി ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. ഇതിന്റെ മീനിങ് എന്താ, ഇത് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഗ്രാഫിന്റെ ഷേപ്പ് ഒരു കോൺകേവ് അപ്പ് ആണ് അല്ലെ, അതായത് ഒരു യു ഷേപ്പ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് പഠിക്കണം, ഒരു എക്സാമ്പിൾ പഠിക്കണം, ഈ ഗ്രാഫിന്റെ ഷേപ്പ് പഠിക്കണം എങ്ങനെയാണെന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തേക്ക് പോകാം. നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ ലെസ് ദാൻ 0. ഓക്കെ, ഇവിടെയുള്ള ഗ്രാഫിന്റെ ഷേപ്പ് നമ്മൾ പഠിക്കുക. ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും ആണുള്ളത്. ഓക്കെ, കോൺകേവ് ഡൗൺവേർഡ് എന്നാണ് ഇതിന് പറയാം. അതായത് ഇൻവേർട്ടഡ് യു ഷേപ്പ് തിരിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് എക്സാമ്പിൾ ആയിട്ട് എ കാർ മൂവിങ് ഫോർവേഡ് ബട്ട് അപ്ലൈയിങ് ബ്രേക്സ് ഡീസെലറേറ്റിംഗ് അല്ലെ. ഒരു കാർ എന്ത് ചെയ്യാം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എന്താ, വെലോസിറ്റി എന്ത് ചെയ്യാം, കുറഞ്ഞുകൊണ്ട് ഇരിക്കല്ലോ. ക്ലിയർ ആണല്ലോ? അത് ഡീസെലറേറ്റിംഗ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഒബ്ജക്ട് വെലോസിറ്റി ഈസ് ഡിക്രീസിംഗ് വിത്ത് ടൈം, ഇറ്റ്സ് സ്ലോയിങ് ഡൗൺ. ഇത് മീനിങ് എന്താ, ഇറ്റ്സ് സ്ലോയിങ് ഡൗൺ. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം, കുറയാണുള്ളത്. അതിന്റെ അർത്ഥം എന്താ, വെലോസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അതായത് കാറ് സ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കണം. പിന്നെ ഹെർമോമീറ്റർ ഒരു എക്സാമ്പിളും പഠിക്കാം. ഇതിന്റെ ഷേപ്പ് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമ്മൾ അടുത്തിലേക്ക് പോകാം. 0 ആക്സിലറേഷൻ അല്ലെ. അപ്പം ഇവിടെ പൊസിഷൻ ടൈം എന്നുള്ള ഗ്രാഫ് ഉണ്ട്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിന് ഷേപ്പ് ഉണ്ട്. എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പ്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിന്റെ ഈ ഷേപ്പ് ആണ് പഠിക്കേണ്ടത്. ഇങ്ങനെ ആക്സിലറേഷൻ 0 ആയിരിക്കും. അവിടെ പൊസിഷൻ ടൈം നമ്മൾ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ ട്രെയിൻ മൂവിങ് അറ്റ് എ സ്റ്റഡി സ്പീഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ട്രാക്കിലെ. ഒരു ട്രാക്കിലൂടെ എന്ത് ചെയ്യുക, ട്രെയിനിന്റെ കോൺസ്റ്റന്റ് സ്പീഡിലൂടെ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടെയുള്ള എക്സാമ്പിൾ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ ഇതിനർത്ഥം എന്താ, വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ, അതായത് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ഈ ആക്സിലറേഷൻ എന്ന് പറയാം. അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അതിന്റെ അടുത്ത് എന്താ, ആക്സിലറേഷൻ എന്താ ചെയ്യുക, 0 എന്നാണ് അതിന്റെ അർത്ഥമല്ലോ. മനസ്സിലായല്ലോ? ആക്സിലറേഷൻ 0 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് ഒബ്ജക്ട് മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒന്നുകൂടി പറയാം, ഇവിടെ ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി പറയുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷന്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എ ബോഡി മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പറയാം വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റന്റ് ആക്സിലറേഷനിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് പല കേസുകളുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എ മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ അല്ലെ. അപ്പൊ അതുപോലെ അതായത് ഇപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്.
ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മള് ഇവിടെ പോസിറ്റീവ്, ഈ ഇവിടേക്ക് പോസിറ്റീവ് എന്നല്ല പറയാം, ഈ ആക്സിസ് പോസിറ്റീവ് ആയിരിക്കും, മുകളിലിട്ടാകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, മുകളിലോട്ടും പോസിറ്റീവ് ആയിരിക്കും, ഇവിടേക്ക് ലെഫ്റ്റോട്ട് നെഗറ്റീവ് ആയിരിക്കും, താഴോട്ടും നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കാര്യം നമുക്കറിയാം. ഇവിടാണ് 0. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് ഇവിടെയുള്ള ഈ ഗ്രാഫില്ലേ, ഇവിടുത്തെ ഈ ഗ്രാഫ് ഒന്നുകൂടി ഈ ഗ്രാഫ് കുറിച്ച് പറയുമ്പോൾ ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് നിൽക്കുന്നത് അല്ലെ. ഓക്കെ, അതായത് അപ്പൊ ഉണ്ടാവുന്ന ആക്സിലേഷൻ എന്ത് ചെയ്യാം, ഇവിടെ പോസിറ്റീവ് ആണ് അല്ലെ. അതായത് ഇവിടെ ഉണ്ടാവുന്ന ആക്സിലേഷൻ എന്ത് ചെയ്യാണ്, പോസിറ്റീവ് ആക്സിലേഷൻ ആണ്, ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഗ്രാഫ് പഠിച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലേഷൻ. പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന് പറയുന്ന റിട്ടാർഡേഷൻ എന്ന് പറയാം അല്ലെ. അതിന്റെ ഷേപ്പ് ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഗ്രാഫിന്റെ ഷേപ്പും നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചിരിക്കുക. ഇതാണ് വരിക, അതായത് ക്രമമായിട്ട് കുറഞ്ഞു വരികയാണ് അല്ലെ. ഇതാണ് ഗ്രാഫെങ്കിൽ കുറഞ്ഞു വരികയാണ് എന്ത് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ വെലോസിറ്റിയും ഇവിടെയുള്ള ടൈമും. ക്ലിയർ ആണല്ലോ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി അടുത്ത ഇതിലേക്ക് പോകാം. മോഷൻ ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സെൻട്രൽ 0 ആണ്, മുകളിലോട്ട് പോസിറ്റീവും റൈറ്റോട്ട് പോസിറ്റീവ് ആണ്. അപ്പൊ താഴോട്ട് നമ്മൾ എന്ത് ചെയ്യാം നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് ആണല്ലോ അല്ലെ. അപ്പൊ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ഡയറക്ഷനിൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം എന്തായത് ഈ താഴോട്ടാണ് നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഗ്രാഫിന്റെ ഷേപ്പും ഇങ്ങനെ ആയിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ, അതാണ് പറയാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്നത് യൂണിഫോം ആക്സലറേഷന്റെ കേസിലാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അറ്റ് ടൈം t1. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റിട്ടാർഡേഷൻ ഷേപ്പ് നമ്മൾ പറഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴോട്ട് കുറയാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഒബ്ജക്ട് മൂവ് വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പൊ റിട്ടാർഡേഷൻ സംഭവിക്കും. ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് t1. t1 എന്താ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ. t1ലേക്ക് ഡയറക്ഷൻ ചേഞ്ച് എവിടേക്കാണ് പോകുന്നത്, നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതും നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കുക. നിങ്ങളെ ഈ ഗ്രാഫ് കാര്യങ്ങളൊക്കെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏരിയ ഓഫ് ഗ്രാഫ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാണാന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയാൻ പോകുന്ന കൺസിഡർ ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ആ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യാം വരയ്ക്കാം. ദിസ് ഈസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് ടൈമാണ്. ടൈം എക്സ് ആക്സിസും വെലോസിറ്റി എന്ന് പറയുന്നതും വൈ ആക്സിസിലുമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും കൂടി വരയ്ക്കാം, വൃത്തിയിൽ വരയ്ക്കാം. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ടൈം എന്ന് പറയുന്നത് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും, വെലോസിറ്റി എന്ന് പറഞ്ഞാല് വെലോസിറ്റി പറഞ്ഞ വൈ ആക്സിസിലും ടൈം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചത്, സ്ലോപ്പ് കാണാൻ എന്താ ചെയ്ത്, സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യാം നമ്മൾ ചെയ്ത ഇതാ ഇങ്ങനെ ഒരു വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഈ ഭാഗത്തില് ടാൻ തീറ്റ കാണാം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക സ്ലോപ്പ് കിട്ടുക. ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ പഠിക്കണം എന്താ വെച്ചാല് ഈ മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ഒരു കർവ് എടുക്കാം. ആ കർവിന്റെ ഏരിയ ആണ് നമ്മൾ കാണുന്നത്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഒരു കർവ് നമുക്ക് വരയ്ക്കാം. ഒരു കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ നമുക്ക് കാണും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിനെന്ത് ചെയ്യൂ നമ്മൾ എളുപ്പത്തിൽ, അതായത് ഒരു കാര്യം കൂടി പറയാം. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറയുന്ന പേരാണ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ നോൺ യൂണിഫോം മോഷൻ ആണ്. കാരണം ഇവിടെ ടൈമിനനുസരിച്ച് ഡിഫറെന്റ് വെലോസിറ്റി ആണുള്ളത് അല്ലെ, നോൺ യൂണിഫോം ആണ്. അപ്പൊ ഈ കർവിന്റെ ഇവിടെ ഉണ്ടാവുന്നതല്ല
ഇവിടെ ഉണ്ടാവുക വെലോസിറ്റി അല്ലെ, ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി അല്ല. അപ്പൊ ഓരോ ഭാഗത്തുനിന്ന് വെലോസിറ്റി എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, ഇതിന് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെത്തേഡാണ് ഇന്റഗ്രേഷൻ എന്നുള്ള മെത്തേഡ്. എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്നുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കർവിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡീക്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. മനസ്സിലായി? ഈ കർവിനെ ചെറിയ പാർട്സ് ആക്കി മാറ്റാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇതിനെ ഇങ്ങനെ പാർട്സ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇങ്ങനെ സ്മോൾ പാർട്സ് ആക്കിയിട്ട് മാറ്റാം. ഇങ്ങനെ മാറ്റാം. ക്ലിയർ ആണല്ലോ? ഇത് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ടൈമാണ്, 1 മിനിറ്റ് ഇത് ടൈം, ഇത് T1 ആണ്, ഇത് T2. ടൈം T1 1 മിനിറ്റ്, ടൈം T1 മുതൽ T2 അല്ലെ, ദിസ് ഇസ് T2, ദിസ് ഇസ് ടൈം. ഓക്കെ, അപ്പോ ഈ ഇതിന്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യാം അല്ലെ. ഈ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്തിട്ട് ആ ഇതിന്റെ എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. അപ്പൊ ഈ ഒരു ചെറിയ പോർഷൻ ആണ് നമ്മൾ മാറ്റി വരയ്ക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി വിയും ഇവിടെ നിന്ന് ടൈം dt ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും സ്മോൾ ഇവിടെ ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയും. ഇതിന്റെ സ്മോൾ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഈ ഒരു ചെറിയ ഷേപ്പില്ലേ, ഇവിടെ ഉള്ള സ്മോൾ ഇത് എന്ന് പറയുമ്പോൾ, അതായത് സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എങ്ങനെ കാണാൻ നോക്കാം. സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, സ്മോൾ ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പൊ സ്മോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു കർവ് ഉണ്ടല്ലോ, അപ്പൊ കർവിന് എന്ത് ചെയ്യാം, വി ആൻഡ് ഡി ടി ഉണ്ട് അല്ലെ. ലെങ്ത് ആയിട്ട് വെലോസിറ്റി ഉണ്ട്, ബ്രെഡ്ത്ത് ആയിട്ട് ഡി ടി ഉണ്ട്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ഡി ടി ആണ് ഇവിടെ കിട്ടുന്ന സ്മോൾ ഏരിയ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ വി ഇൻറ്റു ഡി ടി. അപ്പൊ ടോട്ടൽ ഏരിയ കാണാൻ എന്താ ചെയ്യുക, ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യണ ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്, ഇന്റഗ്രൽ T1 to T2 വി ഡി ടി എ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ കർവിന്റെ ടോട്ടൽ ഏരിയ കാണാൻ പറ്റും. അപ്പൊ ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ. അപ്പോ അതിന്റെ അതിലുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും അല്ലെ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ എസ് എന്നുള്ള ലെറ്ററിലാണ് സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ T1 to T2 v into dt. ഇന്റഗ്രൽ T1 to T2 v into dt. ഇതിനാണെന്ന് പറയാം ഏരിയ ഓഫ് ഗ്രാഫ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഇനി ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ എന്താ നോക്കാം. അപ്പോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിലെ രണ്ടാമത്തതാണ് ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചില ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതായിട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കാം, ഫസ്റ്റ് അതിനകത്ത് വരയ്ക്കാം. അപ്പൊ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അല്ലെ. ഇവിടെ ടൈമും വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ, ഒരു മിനിറ്റ്, ആക്സിലറേഷൻ വരച്ചു. ഇവിടെ ടൈമും ആണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള മോഷനുള്ള കേസ് കൺസിഡർ ചെയ്യാം. അപ്പോ അതിന് വേണ്ടി ഒരു കർവ് വരയ്ക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു കർവ്. ഓക്കെ, അപ്പോ ഈ കർവിന്റെ ആയിട്ടുള്ള ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കിട്ടുന്ന ഏരിയ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, അതിന്റെ പേരാണ് എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ഏരിയ അണ്ടർ വെലോസിറ്റി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള ഏരിയ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതെങ്ങനെയാ നോക്കാം. അപ്പോ അത് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ നേരത്തെ പറഞ്ഞ തന്നെ സ്മോൾ പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതിന് ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ചെറിയ പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ചെയ്യാം. ഇത് T1 ആണ്, ഇത് T2 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞ നേരത്തെ കണ്ട മരത്തിനെ ചെറിയൊരു പോർഷൻസ് എടുക്കുക. ഇതിന്ന് ഈ ഒരു കർവ് എന്നുള്ള ചെറിയൊരു പോർഷൻ ആണ് എടുക്കുന്നത് വിചാരിച്ചോ. ഇവിടെ എയും ഇവിടെ എന്താണ് dt ആണല്ലോ അല്ലെ.
അപ്പോ നമുക്ക് എഴുതാൻ പറ്റൂ സ്മോൾ, ഒരു മിനിറ്റ് നമുക്ക് പറയാം, സ്മോൾ, ഒരു മിനിറ്റ്, സ്മോൾ 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 ഏരിയ എന്ന് പറയുന്നത് ഇക്വൽ ടു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. സ്മോൾ ഏരിയ ഇക്വൽ ടു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന സ്മോൾ ഏരിയ ഇക്വൽ ടു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഇപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൽ ഇവിടെ അടുത്താണ് പറയാം. അപ്പൊ ഇവിടെ സ്മോൾ ഏരിയ, ഈ ഒരു പോർഷന്റെ സ്മോൾ ഏരിയ പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഇൻറ്റു ഡി ടി എന്ന് എഴുതാൻ പറ്റും. എ ഇൻറ്റു ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ഏരിയ ഒന്നുകൂടി എഴുതാം. സ്മോൾ എ ഇൻറ്റു ഡി ടി അല്ലേ. ഓക്കെ, അപ്പോ ഈ സ്മോൾ നമുക്കറിയാം ഇവിടെ ടോട്ടൽ ഏരിയ എങ്ങനെ കാണാൻ പറ്റും. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ T1 to T2 A ഇൻറ്റു ഡി ടി അല്ലേ. ഓക്കെ, ഇവിടെ A ഇൻറ്റു ഡി ടി കിട്ടി. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് ടോട്ടൽ ഏരിയനെ, അതായത് ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ ടോട്ടൽ ഏരിയന് പകരമായിട്ട് നമ്മൾ വെലോസിറ്റിന്ന് കൊടുക്കാം. വെലോസിറ്റി, ഓക്കെ ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് അതിനെന്താ പറയാ, വെലോസിറ്റി എന്ന് പറയാം. ജസ്റ്റ് 1 മിനിറ്റ്. വെലോസിറ്റി അല്ലെ. അപ്പൊ നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് ഏരിയ അണ്ടർ വെലോസിറ്റി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയാം. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇസിക്കൽ ഇന്റഗ്രൽ T1 to T2 ADT എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. V ഇസിക്കൽ ഇന്റഗ്രൽ T1 to T2 ADT എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.